നാം കഴിക്കുന്ന ആഹാരത്തെ ശരീരം ആഗിരണം ചെയ്യാത്ത അവസ്ഥയാണ് പ്രമേഹം. പണ്ടും പ്രമേഹം ഉണ്ടായിരുന്നു, വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം. പ്രമേഹം ഒരു മെറ്റാബോളിക് ഡിസോർഡറാണ്. നാം കഴിക്കുന്ന ആഹാരത്തെ ശരീരം ആഗിരണം ചെയ്യാത്തതിനാൽ ആഹാരത്തിൻ്റെ സത്ത് മൂത്രം വഴി പുറത്തു പോകുന്ന അവസ്ഥ. ആഹാരത്തിൻ്റെ സത്ത് മൂത്രം വഴി പുറത്തു പോകുമ്പോഴാണ് ഉറുമ്പ് മൂത്രമൊഴിച്ചിടത്തൊക്കെ അടുത്ത് കൂടുന്നത്. ആ ആഹാരത്തിൻ്റെ സത്തിനെ കഴിക്കാനാണ്. പ്രമേഹം എന്തെന്നറിയാതെയാണ് പ്രമേഹത്തിൻ്റെ ചികിത്സ നടക്കുന്നത്. വ്യക്തതയോടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കഴിക്കുന്ന ആഹാരം പോർട്ടൽ വെയിൻ വഴി ദഹന വ്യവസ്ഥയിൽ നിന്നും നേരെ കരളിലാണ് എത്തുന്നത്. ദഹന വ്യവസ്ഥയിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പോർട്ടൽ വെയിൻ വഴി കരളിലെത്തിക്കുന്നു. കരളിലെത്തുന്ന ആഹാരത്തിൻ്റെ സത്ത്, ന്യൂട്രിയൻസ്, ആ ആഹാരത്തിൻ്റെ സത്ത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളുമായി ചേർന്ന് ദ്രവരൂപത്തിലുള്ള ഒരു കാരിയറായി മാറുകയാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളും നാം കഴിച്ച ആഹാരത്തിൻ്റെ സത്തും കൂടെ ചേർന്നാണ് മെറ്റാബോളിസം എന്ന പ്രക്രിയയിലൂടെ ഊർജമായി മാറുന്നത്. അതായത് നമ്മൾ കഴിച്ച ആഹാരം കരളിലെത്തി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളുമായി ചേർന്ന് ഒരു കാരിയറായി മാറുന്നു. ആ കാരിയറിനെ അപ്പോൾ തന്നെ കരൾ രക്തത്തിലേക്ക് കടത്തിവിടുന്നു. ആരോഗ്യമുള്ള കരൾ നാം കഴിച്ച ആഹാരത്തെ രക്തത്തിലെത്തിക്കുന്നു. മെറ്റാബോളിസം എന്ന പ്രക്രിയയിലൂടെ നാം കഴിച്ച ആഹാരവും കരൾ ഉൽപ്പാദിപ്പിച്ച കൊളസ്ട്രോളും ചേർന്ന് മെറ്റാബോളിസം എന്ന പ്രക്രിയയിലൂടെ നമുക്ക് ഊർജം ലഭിക്കുന്നു. നാം കഴിച്ച ആഹാരത്തിൽ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഗ്ലൂക്കോസ് കാണും, ഫ്രക്ടോസ് കാണും, ഗാലക്ടോസ് കാണും, വിറ്റാമിൻസ്, മിനറൽസ് എന്തും കാണും. പക്ഷേ ആഹാരത്തിൻ്റെ ആ ന്യൂട്രിയൻസാണ് ഊർജമായി മാറുന്നത്. ആഹാരമാണ് ഊർജമായി മാറുന്നത്. കരൾ ഉൽപ്പാദിപ്പിച്ച കൊളസ്ട്രോളും നാം കഴിച്ച ആഹാരവും കൂടെ ചേർന്ന് ശരീരത്തിൽ മെറ്റാബോളിസം എന്ന പ്രക്രിയയിലൂടെ ഊർജമായി മാറുകയാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്നാൽ രോഗമാണെന്ന് വിചാരിച്ച് ഭയപ്പാട് കൊണ്ട് നമ്മൾ ഡെയിലി മരുന്ന് കഴിച്ച് രക്തം മലിനപ്പെടുമ്പോൾ മെറ്റാബോളിസം തകരാറിലാകുന്നു. നമ്മൾ മരുന്ന് ദിവസവും കഴിക്കുമ്പോൾ നമ്മളുടെ രക്തം മലിനപ്പെടുന്നു, മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ടാകുന്നു. വിശദമായി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഊർജമായി മാറുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളും നമ്മൾ കഴിക്കുന്ന ആഹാരവും കൂടെ ചേർന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. അതിന് ഗ്ലൂക്കോസിനൊന്നും ഒരു റോളുമില്ല. ഗ്ലൂക്കോസ് അല്ല നമുക്ക് ഊർജം തരുന്നത്. ഗ്ലൂക്കോസ് ആണ് ഊർജം തരുന്നതെങ്കിൽ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ ഇവരെന്തിനു മരുന്ന് കൊടുക്കുന്നു? ഗ്ലൂക്കോസ് ആണ് ഊർജം തരുന്നതെങ്കിൽ ഈ വന്യമൃഗങ്ങളെല്ലാം ഗ്ലൂക്കോസ് ആണോ കഴിക്കുന്നത്? ഈ മൃഗങ്ങൾക്കെല്ലാം നല്ല ഊർജമുണ്ടല്ലോ. കുതിര, ഹോഴ്സ് പവർ എന്ന് നമ്മൾ പറയില്ലേ, അത് അരിയാഹാരവും ഗോതമ്പും കഴിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? എത്രയോ മൃഗങ്ങളുണ്ട്, അതൊന്നും ഗ്ലൂക്കോസിൻ്റെ പുറകെ ഓടുന്നില്ലല്ലോ. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസായി മാറുന്നതെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്തുകൊണ്ട് ഈ ഡോക്ടേഴ്സിന് ഇത് മനസ്സിലാകുന്നില്ല? ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി ഒരു ഡോക്ടർ വന്നാൽ ആ ഡോക്ടറോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താൽ പോലും അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല.
നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു 70 വർഷത്തിനുള്ളിലാണ് ഈ പ്രമേഹ ചികിത്സ കൊടുമ്പിരിക്കൊണ്ട് ജനങ്ങളെല്ലാം രോഗിയായി മാറുന്നതെന്ന്. ഇവർ ചികിത്സിച്ചിട്ട് ഇന്നേ വരെ ആരുടെയും പ്രമേഹം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ കൊടുക്കുന്ന മരുന്ന് പ്രമേഹം എന്ന അവസ്ഥ നിലനിർത്തുകയാണ്. ഇവർ ശാസ്ത്രീയ ചികിത്സയാണ് നടത്തുന്നതെങ്കിൽ ഇന്നേ വരെ ആരുടെയും പ്രമേഹം ചികിത്സ മൂലം മാറിയിട്ടില്ലല്ലോ. കിഡ്നി പ്രോബ്ലം, കരൾ പ്രോബ്ലം, നിരവധി പ്രശ്നങ്ങളല്ലേ ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും ജനങ്ങൾക്ക് എന്തുകൊണ്ട് മാറി ചിന്തിക്കാൻ തയ്യാറല്ല? ഇവർ എന്തിനീ ഗ്ലൂക്കോസിൻ്റെ പുറകെ ഓടുന്നു? ഇതൊരു ബിസിനസ്സാണ്. നിങ്ങൾക്കറിയില്ല, നമ്മുടെ പൂർവികരാരും പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടില്ല. പ്രായം ചെന്ന വ്യക്തിക്ക് കഴിക്കുന്ന ആഹാരമെല്ലാം ഊർജ്ജമായി മാറത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളിൽ പ്രമേഹം എന്ന അവസ്ഥ നിലനിന്നിരുന്നു പണ്ട്. ഇന്ന് സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഊർജ്ജമായി മാറാതിരിക്കാൻ കാരണം മലിനപ്പെട്ട രക്തമാണ്. ഡെയിലി നിങ്ങൾ മരുന്ന് കഴിച്ച് നിങ്ങളുടെ രക്തം മലിനപ്പെടുമ്പോൾ പ്രമേഹം എന്ന അവസ്ഥ രൂക്ഷമാവുകയാണ്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തം കൂടുതൽ മലിനപ്പെട്ട് പ്രമേഹം എന്ന അവസ്ഥ രൂക്ഷമാവുകയാണ്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ആഹാരത്തിൻ്റെ സത്ത് കരളിലടിഞ്ഞുകൂടി ഫാറ്റി ലിവറായി മാറുകയാണ്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞു കാണാൻ കാരണം ആഹാരത്തെ രക്തത്തിൽ എത്തിക്കാൻ ഉള്ള കരളിൻ്റെ ശക്തി നശിക്കുന്നു. അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് കുറഞ്ഞു കാണുന്നത്. ഇവർ പ്രമേഹത്തിന് ചികിത്സ കൊടുക്കുമ്പോഴാണ് ഹൈ FBS രൂപപ്പെടുന്നത്. കാരണം കരളിൽ ആഹാരത്തിൻ്റെ സത്ത് അടിഞ്ഞുകൂടുന്നു. അത് അമിതമാവുമ്പോൾ കരൾ അതിനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരാഹാരവും കഴിച്ചില്ലെങ്കിലും രക്തത്തിൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് കൂടി നിൽക്കും. കാരണം കരൾ ആഹാരത്തിൻ്റെ സത്തിനെ പുറത്തു വിടുകയാണ്. നിങ്ങൾ മാറി ചിന്തിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു, വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എത്ര അക്യൂട്ട് പ്രമേഹമുള്ള വ്യക്തിയും പ്രമേഹത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രമേഹത്തിന് നിങ്ങൾ മരുന്ന് കഴിച്ച് അക്യൂട്ട് ഫാറ്റി ലിവർ ആയാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് ഒരു മാർഗമേ ഉള്ളൂ, സ്വമൂത്രപാനം. ഗ്ലൂക്കോസ് കുറയ്ക്കലല്ല പ്രമേഹ ചികിത്സ. ഗ്ലൂക്കോസ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മെഡിക്കൽ ട്രാജഡിയിലേക്ക് എത്തും. ഈ വ്യക്തി, ഞാൻ 90-ലെ പ്രമേഹ രോഗിയായിരുന്നു. മരുന്ന് കഴിക്കാത്തതിനാൽ ഒരു ഇഷ്യൂ എനിക്കില്ല. നിർഭാഗ്യം കൊണ്ട് ഭാര്യ മരുന്ന് കഴിച്ചു തുടങ്ങി പ്രമേഹത്തിന്. അവർ അനുഭവിച്ച നരകയാതന, അവർ കരൾ കേടായി നരകയാതന അനുഭവിച്ച് മരണപ്പെട്ടു. പ്രമേഹ സംബന്ധമായി എന്ത് സംശയങ്ങൾക്കും മറുപടി തരാൻ ഞാൻ തയ്യാറാണ്. ഡോക്ടേഴ്സ് മുൻകൈയെടുത്ത് ചർച്ചയ്ക്ക് തയ്യാറാകണം. എൻ്റെ ഈ വീഡിയോ ഡോക്ടേഴ്സ് കാണട്ടെ, അവർ പ്രതികരിക്കട്ടെ, ഇതിന് മറുപടി തരട്ടെ. എന്ത് ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരാം. നെവർ ട്രീറ്റ് ഡയബറ്റീസ്.